വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ മാർക്കറ്റ് വലിയൊരു വീഴ്ച തന്നിട്ടുണ്ട്. വലിയൊരു വീഴ്ച തന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയ ഉണ്ട്. അതിൽ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ്. ഈ ക്യാൻഡിലിന്റെ ലോ ഇന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് മുകളിൽ നിന്നിട്ട് സെല്ലിംഗ് പ്രഷർ വളരെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. ഓരോ തവണയും മുകളിലോട്ടേക്ക് ബൈ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വളരെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൈയും പ്രഷർ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ താഴെ വരച്ചിരിക്കുന്ന മറ്റൊരു ലൈനാണ്. ആ ലൈനിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബൈയിങ് ക്യാൻഡലിന്റെ ലോയാണ്. ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും അതിനെയും കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയയെ വിക്ക് ആയിട്ടാണ് എടുക്കുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ഏരിയ ഉണ്ട്. സപ്പോർട്ട് ഏരിയനെ തൽക്കാലം ഒരു വിക്ക് ആയിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് മാത്രം. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലോയിനെയും ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവുന്ന കാര്യം, മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ ഓൾറെഡി വന്ന് റീടെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ലൈനിൽ തന്നെ എത്താം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിന്റെ താഴെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് താഴെ തൽക്കാലം കാണുന്നില്ല. ഒരുപക്ഷെ മാർക്കറ്റ് അവിടേക്ക് എത്തിയതിനു ശേഷം ഒരു ബൈയിങ് പ്രഷർ കാണാനാണ് സാധ്യത. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. നാളെയോ അല്ലെങ്കിൽ മാർക്കറ്റ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം നമുക്ക് മാർക്ക് ചെയ്യാം. എനിവേ, ഇത്രയാണ് 1 അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് കൃത്യമായി സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരിക്കൽ കൂടി ഇതിന്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു ഇംബാലൻസ് ഏരിയയിലൊക്കെയാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു സെൽ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു വീക്ക് മൂവ്മെന്റ് ആവാം. അവിടെ നിന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഒരു സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വീണ്ടും അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ നിന്ന് താഴോട്ടേക്ക് ഇവിടം വരെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അതൊരു പക്ഷേ ഈ റെഡ് ലൈൻ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻട്രി സാധ്യത എന്നുള്ളത്. ഇനി മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും റീടെസ്റ്റ് വരാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നിട്ടും ഈ പറഞ്ഞ അതേ എൻട്രി സാധ്യതകളുണ്ട്. ഇവിടേക്ക് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഇവിടേക്കൊക്കെ ഉണ്ട്. ഇനി മൂന്നാമത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും, അതായത് ഈ ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഏരിയയിൽ നിന്നോ നല്ലൊരു കൺഫർമേഷൻ മുകളിലോട്ട് കിട്ടിയതിന് ശേഷം ഒരു റീടെസ്റ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ബ്ലാക്ക് ലൈനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. ആ ഒരു എൻട്രി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇനി അവിടെ വന്നതിന് ശേഷം ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇപ്പോഴും ഒരു സെല്ലിംഗ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ
വല്ലാണ്ട് താഴോട്ടേക്ക് എടുക്കാതിരിക്കുക. കാരണം ഈ ഒരു റെഡ് ലൈനിലാണ് കയറി പോകുന്നതെങ്കിൽ അത് ഒരു കുറെ കാലമായിട്ട് നിൽക്കുന്ന സപ്പോർട്ട് ഏരിയയുടെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോരുന്നത്. അപ്പൊ ഒരുപക്ഷെ വീണ്ടും ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു റീടെസ്റ്റിന് വേണ്ടി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ബിൽഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് വരെ വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.